ഹായ് ഹലോ. ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ സുധിയുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു സങ്കടത്തിലാണ് സുധി വീട്ടിലോട്ട് വരുന്നത്. ഈ സമയം തന്നെ നമ്മുടെ സച്ചി രേവതിയെ കാണാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് രേവതിയുടെ ആ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വന്നതിന് ശേഷം നമ്മൾ കണ്ടത് ലക്ഷ്മിയുടെ ആ ഒരു വെപ്രാളവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ സുധി ഈ ഒരു വിവരം ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം ആരുടെടുത്തും പറയാതെ രഹസ്യമാക്കി ശ്രുതിയോടും വീട്ടിൽ വന്നിട്ട് പറയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് സുധി നേരെ വീട്ടിലോട്ട് പോകുന്നത്. ഈ സമയത്ത് സച്ചി നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച്, നല്ല വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ലക്ഷ്മിയുടെ മനസ്സിൽ എന്താണ്, സച്ചി ഫുഡൊക്കെ കഴിച്ചു, ഇനി സച്ചി ഇപ്പം തന്നെ പോകും എന്നുള്ളൊരു ഒരു ചിന്തയാണ് ലക്ഷ്മിയുടെ മനസ്സിൽ. ആഹാരമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി വന്ന സച്ചി നേരെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ സച്ചി എന്താ റൂമിലോട്ട് പോകുന്നത്? ഇങ്ങോട്ടല്ലേ വഴി, എന്താ ഇങ്ങോട്ട് അകത്തോട്ട് കയറി പോകുന്നത്? അത് എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം പിന്നെ കുറച്ചു നേരം ഒന്ന് ഉറങ്ങണം, അങ്ങനെ ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് ക്ഷീണം മാറത്തുള്ളൂ. അതും കൂടി കേട്ടപ്പോൾ ലക്ഷ്മിയുടെ ആ റിലേ അങ്ങ് വിട്ടുപോയി. ഇത് സച്ചി ഇപ്പോൾ പോവും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മിക്ക് ഈ ഒരു കാര്യം കൂടി കേട്ടപ്പോൾ ഒരു വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എങ്ങനെ? ഒരിക്കലും സച്ചിയോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും പറയാൻ പറ്റത്തില്ല, പക്ഷെ സച്ചി ഇവിടെ പിടിച്ചു നിർത്താനും പറ്റത്തില്ല. അങ്ങനെ രണ്ട് കെട്ട അവസ്ഥയിലാണ് നമ്മുടെ ലക്ഷ്മി നിൽക്കുന്നത്. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് രേവതി സംസാരിക്കുകയും അങ്ങനെ സച്ചിയുടെ വാ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സച്ചി തൻ്റെ ഫോൺ മറന്നു വെച്ചു. അടുക്കളയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന അവിടെ ഫോൺ മറന്നു വെച്ചു. അപ്പോൾ എൻ്റെ ഫോണ് കാണാനില്ല, ഫോൺ എവിടെയെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫോൺ അടുക്കളയിലാണ്. അയ്യോ മോള് പോയി പെട്ടെന്ന് എടുത്തോണ്ടോ അവന് ജോലിക്ക് പോകാനുണ്ട്, അവന് അവിടെ ജോലിക്ക് പോയാൽ മാത്രമേ ഇനിയിപ്പോൾ ശരിയാവത്തുള്ളൂ, ഓട്ടോ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പോയി ഫോൺ എടുത്തോണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടു. രേവതി പോയി ഫോൺ എടുത്തോണ്ട് വന്നു. ഫോൺ കിട്ടിയില്ല, മോനെ പോ, എന്തായാലും സ്റ്റാൻഡിൽ വണ്ടി ഇട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോ എന്തെങ്കിലും കിട്ടുമല്ലോ, അതുകൊണ്ട് മോൻ പോ എന്നൊക്കെ പറഞ്ഞ് മാക്സിമം അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ എനിക്ക് അവിടെ വണ്ടി കൊണ്ട് ഇട്ടിട്ട് ഒരു കാര്യമില്ല, കാരണം ഓട്ടോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓട്ടോ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ വിളിക്കുവാണ് പതിവ്. ഞാൻ എന്തായാലും കുറച്ചു നേരം കിടന്നിട്ട് പോകാം അമ്മേ. അപ്പോൾ അവിടെ ലക്ഷ്മിക്ക് എന്തെങ്കിലും അർത്ഥം പറയണതിന് മുന്നേ തന്നെ രേവതി സച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സച്ചിയുടെ വാ റൂമിലോട്ട് ഞാൻ കിടത്താം, വാ ഞാൻ പാവിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പാവിരിച്ചു കൊടുത്തു. സച്ചി അവിടെ കിടത്തി. അപ്പോൾ ലക്ഷ്മി അവിടെ നിന്ന് ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം രേവതി തന്നെ പറയുകയാണ്, സച്ചിയുടെ അവിടെ കിടന്ന് ഉറങ്ങിക്കട്ടെ, അമ്മ വെറുതെ അങ്ങ് പോയാണ്, സച്ചിയുടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ, ശല്യപ്പെടുത്താതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ലക്ഷ്മി ഓടിച്ചു വിട്ടു. അങ്ങനെ സച്ചി സുഖ ഉറക്കത്തിൽ കുറേ കഴിഞ്ഞ് മയങ്ങി വന്നപ്പോഴത്തേക്കും രേവതിയും പതുക്കെ റൂമിൻ്റെ അകത്തോട്ട് കയറിയതിന് ശേഷം രേവതി അവിടെ സച്ചിയുടെ അടുത്ത് പോയി കിടക്കുവാണ്. അങ്ങനെ കിടന്ന് സച്ചിയുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് സച്ചി ഉറക്കത്തിൽ രേവതിയെ കെട്ടിപ്പിടിച്ചപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. സച്ചിയുമായിട്ടുള്ള ആ ഒരു രംഗങ്ങളൊക്കെ രേവതി ഇങ്ങനെ ആലോചിക്കുകയും രേവതിക്ക് ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്താണ് ഈ നമ്മൾ ഈ പ്രണയിനികൾക്കിടയിൽ ഈ കട്ടുറുമ്പ് വരുമെന്ന് പറയത്തില്ലേ, അതുപോലെയാണ് നമ്മൾ സച്ചിയുടെയും രേവതിയുടെയും അവരുടെ രണ്ടുപേരുടെ ഈ പ്രണയത്തിന്റെ ഇടയിൽ കട്ടുറുമ്പായിട്ട് ലക്ഷ്മി വരുന്ന ആ ഒരു രംഗമാണ് നമ്മൾ അവിടെ കണ്ടത്. സച്ചി രേവതി സന്തോഷത്തോടെ അവിടെ കിടക്കുന്ന സമയത്ത് സച്ചി ഉറക്കം എണീപ്പിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഈ തവി വെച്ച് കൊട്ടി ശബ്ദം ഉണ്ടാക്കുവാണ് സച്ചി എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ സച്ചി ആണെങ്കിൽ കുംഭകർണനെ പോലെ സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്, ഒരു ആന കുത്തിയാൽ പോലും എണീക്കത്തില്ല എന്നുള്ളൊരു മൈൻഡിലാണ് സച്ചി കിടക്കുന്നത്. അങ്ങനെ ഈ അമ്മ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പതുക്കെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കഥയൊക്കെ അടച്ചിട്ട് നേരെ ലക്ഷ്മിയോട് പോയി പറയുവാണ്. ഇതേപോലെ സച്ചിയേട്ടൻ്റെ അമ്മ വിളിച്ചിങ്ങനെ വഴക്കുണ്ടാക്കും എന്ന് വിചാരിച്ചുകൊണ്ടല്ല അമ്മ ഈ കാണിക്കുന്നത്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് അമ്മ ഇത്തിരി മിണ്ടാതിരിക്കുക, സച്ചേട്ടൻ അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ, ഇവിടെ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ രേവതി തിരിച്ചു ചോദിച്ചു. അത് ശരിയല്ല, നിന്റെ ജീവിതമാണ്, നിനക്ക് ഭാവിയില്ല, നിനക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലും ജീവിക്കണ്ടേ, അതൊക്കെ ഞാൻ ജീവിച്ചോളൂ, അമ്മ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ആ പാത്രമൊക്കെ പിടിച്ചു വാങ്ങിച്ചിട്ട് ലക്ഷ്മി അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. സച്ചി സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ
ചന്ദ്രമതി വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുധി കയറി വന്നു. അപ്പോൾ മോനെന്താ ഇത്ര പെട്ടെന്ന് വന്നത്? അത് ജോലി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നതാ അമ്മേ. ജോലി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നതാണോ? ഈ നല്ല മോനെ പോലുള്ള ഭയങ്കരമായിട്ട് എനർജി ആയിട്ടുള്ള ഒരുപാട് അറിവുള്ള ആൾക്കാർ ഇങ്ങനെയാണ്, പെട്ടെന്ന് ജോലി പെട്ടെന്ന് തീർക്കും. അല്ലാതെ എൻ്റെ മോനാണെങ്കിൽ ഭയങ്കര ജീനിയസ് അല്ലേ, അതുകൊണ്ട് എൻ്റെ മോന് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ടപ്പേന്ന് പറഞ്ഞ് എൻ്റെ മോൻ ആ ജോലി എല്ലാം ചെയ്ത് തീർക്കും. അങ്ങനെ തൻ്റെ മകനെ കുറിച്ച് ഒരുപാട് അഭിമാനം കൊണ്ട് സംസാരിക്കുകയാണ് നമ്മളെ ചന്ദ്രമതി. പക്ഷേ തൻ്റെ മകൻ ജോലിയും കളഞ്ഞിട്ട് വന്ന് നിൽക്കുവാണ് എന്ന് ചന്ദ്രമതി ഇതുവരെ മനസ്സിലാക്കിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു വലിയ ബോംബ് നമ്മുടെ ആ വലിയൊരു ബോംബ് സുധി തൻ്റെ അമ്മയുടെ മുന്നിൽ പൊട്ടിച്ചു. അത് ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കാതെ ആണ് ചന്ദ്രമതി നിൽക്കുന്നത്. അമ്മ എൻ്റെ ജോലി പോയി. എടാ നീ എന്താ ഈ പറയുന്നത്? നിന്റെ ജോലി പോയിന്നോ? എന്താ സംഭവിച്ചത്? നീ ഒരു ജോലിയിൽ പോലും ഇതുവരെയും ആത്മാർത്ഥമായിട്ട് നിന്നിട്ടുമില്ല, നീ ഒരു ജോലിയിൽ പോലും സ്ഥിരമായിട്ട് നിന്നിട്ടുമില്ല, നീ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ സുധി വിവരിക്കുകയും ഇനി എനിക്ക് ആ ജോലിയിൽ തുടരാൻ പറ്റത്തില്ല മേ, എനിക്ക് ഈ ബിസിനസ് പോലത്തെ ജോലിയാണ് എനിക്ക് വേണ്ടത്. ഞാൻ മുതലാളിയായിട്ടിരിക്കണം, തൊഴിലാളികളായിട്ട് ഒരുപാട് ആൾക്കാർ കാണണം. അതായത് നമ്മൾ ഈ ഇരുന്നിടത്ത് നിന്ന് കാല് നീട്ടിയിരിക്കുമെന്ന് പറയത്തില്ല, അതുപോലെയാണ് നമ്മൾ ഓരോ പടിയായിട്ട്. ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും നമ്മളൊരു സ്ഥാപനം കൊണ്ട് നടക്കണമെങ്കിലും നമ്മളൊരു മുതലാളി ആവണമെങ്കിൽ പോലും ഓരോ പടിപടിയായിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. പെട്ടെന്ന് ഇവിടെ നിന്നുകൊണ്ട് താഴെ നിൽക്കുന്ന നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറണമെന്ന് പറഞ്ഞാൽ, ഏറ്റവും മുകളിൽ കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ നമുക്ക് ഒരു വട്ടം സാധിക്കും. നമ്മൾ പതുക്കെ ഓരോ പടിയായിട്ട് ഉയർന്നു വന്ന് വേണം ഏറ്റവും മുകളിൽ കയറാനായിട്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ മരമണ്ടനായിട്ടുള്ള സുധിയുടെ തല്ലിൽ എത്ര ഓതി കൊടുത്താലും കയറത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. അവസാനം ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്കും ചന്ദ്രമതിക്കും വേദനയായി. അതിൻ്റെ കൂടെ തന്നെ ശ്രുതിയോട് കാര്യം പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുറച്ചുകൂടി തീ ആളിക്കത്തൽ പോലെയായി. എന്തായാലും ശ്രുതിയോട് ഈ വിവരം പറയണ്ട. അപ്പോൾ ശ്രുതി പറഞ്ഞത് അത് മുമ്പും എനിക്ക് ഒരുപാട് വട്ടം ജോലി പോയിട്ടുള്ളതല്ലേ. അപ്പോൾ ശ്രുതി അത് മനസ്സിലാക്കും. ആ സമയത്ത് ശ്രുതിയും സുധിയുടെയും തമ്മിലുള്ള വിവാഹം നടന്നിട്ടില്ല. അപ്പോൾ വിവാഹം നടക്കുന്നതിന് മുന്നേ എന്ത് തല്ലിപ്പൊളിത്തരം കാണിച്ചാലും ആരും മൈൻഡ് വെക്കത്തില്ലല്ലോ. വിവാഹം കഴിഞ്ഞതിന് ശേഷമല്ലേ പ്രശ്നങ്ങളുണ്ടാവുന്നത്. അപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും. കാരണം നിങ്ങളെ വിവാഹം കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഈ ഒരു വിവരം ശ്രുതിയെ അറിയിക്കേണ്ട, നമുക്ക് മനസ്സിൽ തന്നെ വെച്ചിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നീ എത്രയും പെട്ടെന്നൊരു ജോലി വാങ്ങാൻ നോക്കി. എത്രയും പെട്ടെന്നൊരു ജോലി വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ശ്രുതിയെ വിവരം അറിയിക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് ചന്ദ്രമതി ചെവിയിൽ ഇങ്ങനെ ഓതി കൊടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി വന്ന പാടെ തന്നെ ശ്രുതിയെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ശ്രുതി ജോലി കളഞ്ഞ് വന്ന് നിൽക്കുന്നു എന്നാണ് ശ്രുതി വിചാരിച്ചത്. എന്നാൽ എനിക്ക് ജോലി പെട്ടെന്ന് തീർന്നതുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കള്ളം പറഞ്ഞ് ഒപ്പിച്ചു. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ ജോലിക്ക് പോയതല്ലേ, അപ്പോൾ ജോലിക്ക് പോയിട്ട് അവിടെ സാലറി ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അത് കിട്ടിയോ? അത് കിട്ടി. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജോലി പോയ കാര്യം സത്യം തുറന്നു പറയാനായിട്ട് ശ്രുതി ശ്രമിക്കുകയും എന്നാൽ അത് തടഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ സംസാരങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് രവീന്ദ്രൻ വരുന്നത്. രവീന്ദ്രൻ പറയുവാണ്, ഞാൻ യൂണിയൻ ഓഫീസിൽ പോയി, എനിക്ക് അടുത്ത മാസം തന്നെ പെൻഷൻ കാശ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഒരു വട്ടം രവീന്ദ്രന് കിട്ടിയ പൈസയാണ് ശ്രുതി അവിടെ കൊണ്ട് കളഞ്ഞു കുളിച്ചത്. ഇനി അടുത്ത വട്ടം കിട്ടുന്ന പൈസ അത് ഇപ്പോൾ കുറച്ചുകൂടി കളഞ്ഞു കുളിക്കാമല്ലോ, ഒരു സന്തോഷമാണ് ചന്ദ്രമതിയുടെയും ശ്രുതിയുടെ ഒക്കെ മനസ്സിൽ വന്നത്. അങ്ങനെ രവീന്ദ്രൻ വന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടായി. നീ എന്താ കഴിച്ചത്? അത് ഞാൻ ചോറും കറിയൊക്കെ കഴിച്ചു. സച്ചി ഇവിടെ വന്നിട്ട് ഒന്നും കഴിക്കാതെയാണ് പോയത്. അത് അവൻ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ, അത് തൻ്റെ മകനല്ല ഏതോ പുറമ്പോക്കാണ് എന്നുള്ള രീതിയിലാണ് അവിടെ ചന്ദ്രമതി സംസാരിച്ചത്. അപ്പോൾ അത് രവീന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിൽ ചെറിയ സംസാരം ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം സച്ചിയെ വിളിച്ചപ്പോൾ നീ എവിടെയാ? അത് ഞാൻ രേവതിയുടെ വീട്ടില. നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. എന്തൊക്കെ കഴിച്ചു? നീ ഹോട്ടലിൽ നിന്നാണോ കഴിച്ചത്? അല്ല, ഞാൻ രേവതിയുടെ വീട്ടിൽ വന്ന് രേവതി എനിക്ക് ഓരോ ആഹാരങ്ങൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി ഞാൻ വയറ് നിറച്ച് കഴിച്ചു. അത് കേട്ടപ്പോൾ സച്ചിക്ക് രവീന്ദ്രന് ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പൊ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കോൾ കട്ട് ചെയ്തു. എന്നാൽ ഈ വിവരം അറിഞ്ഞ ചന്ദ്രമതിക്കാട് മൂട്ടിൽ തീയുന്നതുപോലെ ചാടി തുള്ളിക്കൊണ്ട് നടക്കുന്നത്. ഇവിടെ നിന്ന് സച്ചിയും രേവതിയും വീണ്ടും ഒന്നിച്ച് അവർക്കൊരു കുട്ടി പിറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ഇവിടെ നിന്ന് നേരെ രേവതിയെ അവളുടെ വീട്ടിലോട്ട് പാഴ്സൽ ചെയ്തതും സച്ചി ഇവിടെ പിടിച്ചു നിർത്തിയതും. പക്ഷേ ഇനി ഈ ഒരു കാര്യം കൂടി കേട്ടപ്പോൾ എത്രയും പെട്ടെന്ന് സച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദ്രമതി തുള്ളിക്കൊണ്ട് നിൽക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. എന്തായാലും എനിക്ക് ലക്ഷ്മി ചെയ്യുന്ന ഇപ്പോൾ
ശരിയാണ്. രേവതിയുടെ അമ്മായിയമ്മയായിട്ടുള്ള ചന്ദ്രമതിയുടെ ആ ഒരു ദേഷ്യം കാരണം, അല്ലെങ്കിൽ ചന്ദ്രമതി എന്തെങ്കിലും പറയുമോ എന്നുള്ള ഒരു പേടി കാരണമാണ് ലക്ഷ്മി ഇങ്ങനെ താഴ്ന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത്. പക്ഷെ ഒരിക്കലും അവിടെ ഇപ്പൊ സച്ചി സപ്പോർട്ട് ചെയ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവിടെ സച്ചി സപ്പോർട്ടിങ് ആണ്. അപ്പൊ പിന്നെ ഇങ്ങനെ പേടിച്ച് ഒരു ഒതുങ്ങിക്കൂടിയ ടൈപ്പ് ആവാതെ കുറച്ചുകൂടി ലക്ഷ്മി സ്ട്രോങ് ആവണം, കുറച്ചുകൂടി ബോൾഡ് ആവണം. അതുപോലെ തന്നെ രേവതിയും കുറച്ചുകൂടി സ്ട്രോങ്ങും ബോൾഡും ആവണം. തന്റെ അമ്മായിയമ്മ എന്ത് പൊട്ടത്തരം പറഞ്ഞാൽ ഇപ്പൊ കാര്യമുള്ള കാര്യങ്ങൾക്ക് കേൾക്കാം, കുഴപ്പമില്ല, പ്രതികരിക്കേണ്ട. പക്ഷെ കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഓരോ വഴക്ക് പറയുമ്പോൾ കേൾക്കുകയും അതിനെ പ്രതികരിക്കാതെ വെറുതെ ഇരിക്കുമ്പോൾ വീണ്ടും അവർ തലേ കയറി ഇരുന്ന് ഇറങ്ങാനേ നോക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും, ചുമ്മാ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് കാര്യമുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കേണ്ട, കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പ്രതികരിക്കണം. അങ്ങനെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് കുറച്ചുകൂടി രേവതി മാറണം. ലക്ഷ്മിയും കുറച്ചുകൂടി മാറേണ്ടതാണ്. എന്തായാലും എനിക്ക് പേഴ്സണലി ലക്ഷ്മി ഇപ്പൊ കാണിക്കുന്ന കാര്യത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് ലക്ഷ്മി കാണിക്കുന്ന ആ ഒരു വെപ്രാളവും സച്ചി വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് സച്ചി ഇറക്കി വിടാൻ നോക്കുന്ന ആ ഒരു കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ പ്രേക്ഷകരുടെ കാര്യം എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു പ്രേക്ഷകയായിട്ട് കണ്ടപ്പോൾ എനിക്കത് കുറച്ചുകൂടി ബോൾഡായിട്ട് പെരുമാറണമെന്ന് എനിക്ക് തോന്നി. അല്ലാതെ ഇത്രയും പേടിച്ച് വിറച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ ലക്ഷ്മി ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്തായാലും എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് നല്ലതെന്ന് തോന്നിയതും ചീത്തയെന്ന് തോന്നിയതും എന്തുണ്ടെങ്കിലും പ്രേക്ഷകർ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.